എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തുടരുന്നത് ഹൃദയരാഗം എന്ന പ്രണയകഥയുടെ 7ാം ഭാഗമാണ്. അതെന്താ, ഞാൻ കൂടെയുള്ളത് ഇഷ്ടമല്ലേ? കണ്ണുകൾ കുറേശ്ശെ നിറയാൻ തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ കരയും എന്നെനിക്ക് തോന്നി. നടുറോഡിൽ വെച്ച് ഒരു സീൻ ഉണ്ടാക്കേണ്ടെന്ന് വെച്ച് ഞാൻ സത്യം പറഞ്ഞു. നിമിഷനേരം കൊണ്ട് ആ കണ്ണുകൾ വീണ്ടും വിടർന്നു, ചുണ്ടുകളിൽ പുഞ്ചിരിയും. ഷോ, നീ ഇങ്ങനെ ചിരിക്കല്ലേ. ഡോറിന് മുകളിൽ കൈവച്ച് ടാക്സിയിലേക്ക് കയറാതെ ഞങ്ങളവിടെ നിന്നു. അതെന്താ? അവളുടെ കണ്ണുകളിലെ പ്രസരിപ്പ് തിരികെ വന്നിട്ടുണ്ട്. ഒന്നുമില്ല. ഞാൻ നോട്ടം മാറ്റി. കേറിങ്ങോട്ട്. എന്റെ വയറ്റിലേക്ക് ഒരിടി വെച്ച് തന്ന് സോഫിയ ടാക്സിയിലേക്ക് കയറി. ഞാൻ പുറകെയും. എന്റെ കാർ പാർക്ക് ചെയ്തതിന് അരികിലായി ടാക്സി നിർത്തി ഞങ്ങൾ ഇറങ്ങി. ബർത്ത്ഡേ ഗേൾ, ഇനി എന്താ പ്ലാൻ? കാറിനടുത്തേക്ക് നടക്കുന്നതിനിടെ സോഫിയയോട് ഞാൻ ചോദിച്ചു. എവിടെയും പോവണ്ട. കാർ ഡോർ തുറന്ന് അവൾ അകത്തേക്ക് കയറി. പിന്നെ സീറ്റ് ബെൽറ്റിട്ട് കാർ സ്റ്റാർട്ട് ചെയ്ത് പാർക്കിങ്ങിൽ നിന്ന് റോഡിലേക്ക് എടുത്തു. എനിക്ക് ഇച്ചായന്റെ കൂടെ ഇരുന്നാൽ മതി. ഇങ്ങനെ സ്റ്റിയറിംഗ് വീലിൽ ഇരുന്ന് എന്റെ വലത് കൈ എടുത്ത് വിരലുകളിൽ വിരൽ കോർത്തുകൊണ്ട് അവൾ പറഞ്ഞു. ഞാനും ആ കൈകളിൽ മുറുകെ പിടിച്ചു. എന്തോ മാജിക് അവളുടെ കൈകൾക്കുണ്ടെന്ന് തോന്നിപ്പോയി എനിക്ക്. കാരണം എന്റെ ഹൃദയമിടിപ്പ് ഉയരാൻ തുടങ്ങിയിരിക്കുന്നു. AC-യിലിരുന്നും ഞാൻ വിയർക്കാൻ തുടങ്ങി. എന്റെ പരിഭ്രമം കണ്ട് ഒരു കള്ളച്ചിരിയോടെ അവൾ ചോദിച്ചു, താൻ വിർജിൻ ആണോടോ ഇച്ചായ? അപ്രതീക്ഷിതമായി വന്ന ചോദ്യത്തിൽ ഞാനൊന്ന് ഞെട്ടിപ്പോയി. സിഗ്നൽ കാത്തു കിടക്കുകയായിരുന്നു എന്നതുകൊണ്ട് ഒരു ആക്സിഡന്റ് ഒഴിവായി എന്ന് വേണം പറയാൻ. അമ്മാതിരി ചോദ്യമാണ്. കാര്യം സ്നേഹിക്കുന്ന പെണ്ണൊക്കെയാണെങ്കിലും ഇതൊക്കെ സ്വകാര്യതയല്ലേ? ഇങ്ങനെ നേരിട്ടൊക്കെ ചോദിക്കാവോ? അവൾക്ക് ഇങ്ങനെയായിരിക്കും ശീലം. 96 സിനിമയിൽ റാമിനോട് ജാനു ചോദിച്ചപ്പോൾ റാമിന് തോന്നിയ ചമ്മലെല്ലാം ഞാനും അനുഭവിച്ചു ആ ഒരു നിമിഷത്തിൽ. കാറിനകത്ത് സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കുകയായിരുന്നു എന്നതുകൊണ്ട് എഴുന്നേറ്റ് ഓടാനും പറ്റില്ല. എന്താന്ന്? ഞാൻ നെറ്റിയിലെ വിയർപ്പ് ഒരു ടിഷ്യൂ എടുത്ത് തുടച്ചു. അവളുടെ മുഖത്ത് നോക്കാതെ ചോദിച്ചു. അല്ല, ഞാൻ രാവിലെ മുതൽ ശ്രദ്ധിക്കുന്നതാ. മൊത്തത്തിലൊരു കുഴപ്പം പോലെ. അവളുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ തന്നെയാണ് സംസാരം. നിനക്കിപ്പോ അറിഞ്ഞിട്ടെന്താ? ഞാൻ ഡിഫൻസീവ് ടാക്ടിക്സ് എടുത്തു. ചോദിച്ചെന്നേയുള്ളൂ. കൈവിരലുകൾ കോർത്തു പിടിച്ചു വെച്ചിരിക്കുകയാണ് അവൾ. ഞാൻ കൈ വിടുവിച്ച് ഗിയർ മാറ്റി വണ്ടി മുന്നോട്ടെടുത്തു. സ്റ്റിയറിംഗിൽ വെച്ച കൈ വീണ്ടും അവൾ എടുത്തു. കൈവിരലുകൾ കോർത്തു. അടുത്ത കണ്ട എക്സിറ്റിലൂടെ കാർ മെയിൻ റോഡിൽ നിന്ന് ചെറിയ റോഡിലേക്ക് മാറ്റി ഓടിക്കാൻ തുടങ്ങി. കുറച്ചു ദൂരം കൂടെ മുന്നോട്ടു പോയി അടുത്ത് കണ്ട പാർക്കിങ്ങിൽ നിർത്തി. സീറ്റ് ബെൽറ്റ് അഴിച്ച് സോഫിയുടെ നേരെ തിരിഞ്ഞിരുന്നു. അവൾ എന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഒന്നും സംസാരിക്കാതെ ഒരു 10 മിനിറ്റോളം ഞങ്ങൾ അങ്ങനെ ഇരുന്നു. പതിയെ ഒരു പുഞ്ചിരി അവളുടെ ചുണ്ടുകളിൽ നിറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പോകാം. സോഫിയ താമസിക്കുന്ന വില്ലയ്ക്ക് മുന്നിൽ ഞാൻ കാർ നിർത്തി. ഇറങ്ങുന്നതിന് മുൻപ് സീറ്റ് ബെൽറ്റ് അഴിച്ച് എന്റെ കവിളിൽ ഒരുമ നൽകി അവൾ ഇറങ്ങി. ഇത്തവണയും എനിക്ക് പ്രതികരിക്കാൻ സമയം കിട്ടിയില്ല. അതിനു മുൻപേ അവൾ ഇറങ്ങി നടന്നു. ഞാൻ കൈകൊണ്ട് ടാറ്റ കാണിച്ച് വണ്ടി തിരിച്ചു. പിന്നീടുള്ള ദിവസങ്ങളിൽ ഓഫീസിലേക്ക് പോകാൻ പതിവില്ലാത്ത ആവേശമായിരുന്നു. അമ്മയാണെങ്കിൽ അത് ശ്രദ്ധിക്കുകയും ചെയ്തു. എന്നോടൊന്നും ചോദിച്ചില്ലെങ്കിലും അമ്മയ്ക്ക് എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട്. ഓഫീസ് ടൈം കഴിഞ്ഞ ഞാനും സോഫിയയും കറക്കം തന്നെ. അബുദാബിയിൽ കാണാനുള്ള സ്ഥലങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി ജുമൈറ ബീച്ചിൽ വാട്ടർ സ്കീയിങ്ങും പാരാസെയിലിംഗും മാത്രമേ ബാക്കിയുള്ളൂ. അഡ്വഞ്ചർ സ്പോർട്സിൽ എനിക്ക് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ടും അവൾക്ക് പേടിയായതുകൊണ്ടും അതുമാത്രം തൽക്കാലത്തേക്ക് മാറ്റിവെച്ചു. ഞങ്ങളുടെ പ്രേമം ഓഫീസിലെ മറ്റാർക്കും അറിയില്ലായിരുന്നു. കോവർക്കറാണ്, ഫ്രണ്ട്സാണ്, അത്രമാത്രമേ എല്ലാവരും വിചാരിച്ചിട്ടുള്ളൂ. എല്ലാവരെയും അറിയിച്ച് നോട്ടപ്പുള്ളികളാകാൻ ഞങ്ങൾക്ക് താല്പര്യവുമില്ല. അറിയുന്ന സമയത്ത് അറിയട്ടെ. ദിവസങ്ങൾ ആഴ്ചകളായും മാസങ്ങളായും കൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. പ്രോജക്റ്റുകൾ ഒന്നൊന്നായി തീർത്തുകൊണ്ടിരുന്നു. അത്ര ചലഞ്ചിങ് ആയി ഒന്നും ഇതുവരെ ചെയ്യേണ്ടി വന്നില്ല എന്നതുകൊണ്ട് എനിക്ക് ജോലി ചെറുതായി ബോറടിച്ചു തുടങ്ങി. ഞാനത് സോഫിയയോട് സംസാരിക്കുകയും ചെയ്തു. എന്നാൽ സ്വന്തമായി എന്തെങ്കിലും ചെയ്തുകൂടെ എന്നായിരുന്നു അവളുടെ നിർദ്ദേശം. ഞാനും അതിനെക്കുറിച്ച് ഒരുപാട് ആലോചിച്ചു. ഒടുവിൽ നാട്ടിലെ ഫ്രണ്ട്സിനോടെല്ലാം സംസാരിച്ച ശേഷം നാട്ടിലൊരു ആർക്കിടെക്ചർ ഫേം തുടങ്ങാമെന്ന് തീരുമാനമെടുത്തു. കയ്യിൽ അത്ര വലിയ സമ്പാദ്യമൊന്നുമില്ല. കിട്ടുന്ന സാലറിയുടെ നല്ലൊരു ഭാഗം ഇവിടെ തന്നെ ചിലവാക്കിയുള്ള ജീവിതമായിരുന്നു. ഉള്ള പൈസയെല്ലാം ഇറക്കാൻ തീരുമാനമെടുത്തു. നാട്ടിലൊരു വീടുണ്ട്, അതുകൊണ്ട് വാടക കൊടുക്കാതെ ജീവിക്കാം. ബാക്കിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. സോഫിയയോട് ഈ തീരുമാനങ്ങളെല്ലാം പറഞ്ഞപ്പോൾ തുടക്കത്തിൽ അവൾ വളരെ സപ്പോർട്ടീവായിരുന്നു. പിന്നീട് ഞാൻ സീരിയസ് ആണ്, പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് മാറും എന്നെല്ലാം കേട്ടപ്പോൾ പിണക്കങ്ങളായി. ചെറിയ കാര്യങ്ങൾക്ക് പോലും ദിവസങ്ങൾ മിണ്ടാതിരിക്കും എന്ന രീതിയിലായി. ജോലി റിസൈൻ ചെയ്യേണ്ടതിന്റെയും നാട്ടിലേക്ക് ഷിഫ്റ്റ് ആകുന്നതിന്റെയും തിരക്കുകൾ കൂടിയതോടെ അവളുടെ കൂടെ സമയം ചിലവഴിക്കാൻ കൂടെ എനിക്ക് സാധിക്കാതെയായി. റിസൈൻ ചെയ്തതോടെ ഓഫീസിൽ വെച്ചുള്ള കണ്ടുമുട്ടലും ഇല്ലാതായി. പോകുന്നതിന്റെ ഒരാഴ്ച മുൻപ് ഇല്ലാത്ത സമയമുണ്ടാക്കി ഞാൻ അവളെ കാണാനായി പഴയ ഓഫീസിലേക്ക് പോയി. ഏകദേശം വർക്കിംഗ് ടൈം കഴിയാറായിരുന്നു.
ഞാൻ കാത്തുനിന്നു. ഡെനിമും വൈറ്റ് ഷർട്ടും ഇൻസേർട്ട് ചെയ്ത വേഷമാണ്. പാർക്കിങ്ങിലേക്ക് അവൾ ഇറങ്ങി വന്നു. ഞാനിവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നില്ല. അവളുടെ ക്യാബിലേക്ക് കയറുന്നതിന് മുൻപ് എന്റെ കാർ കണ്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഡ്രൈവറോട് എന്തോ പറഞ്ഞ് എന്റെ കാറിനടുത്തേക്ക് നടന്നു വന്നു. ഞാൻ ഡോർ അൺലോക്ക് ചെയ്ത് വെച്ചിരുന്നു. കാറിനകത്തേക്ക് കയറി സോഫിയ ഇരുന്നു. ഹൗ ആർ യു? ഞാൻ ചോദിച്ചു. ഐ ആം ഫൈൻ. അവളുടെ മുഖം വിഷാദം നിറഞ്ഞതായിരുന്നു. എന്താണ് പറയേണ്ടത് എന്നറിയാതെ ഞാനിരുന്നു. സോഫിയ, എന്തെങ്കിലും പറയടാ പ്ലീസ്. ഇത്രയും ദിവസം നിന്നെ കാണാൻ വരാത്തതിന് എന്നെ കുറച്ച് ചീത്തയെങ്കിലും വിളിക്ക്. അവളുടെ ഇടത് കൈ എന്റെ കൈകളിലെടുത്ത് ഞാൻ പറഞ്ഞു. ഇച്ചായന് തിരക്കായതുകൊണ്ടല്ലേ, എനിക്ക് മനസ്സിലാവും. അവൾ എന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് പറഞ്ഞത്. സംഭാഷണത്തെക്കാൾ കൂടുതൽ നിശബ്ദതയായിരുന്നു. ഞങ്ങളറിയാതെ ഞങ്ങളുടെ ഇടയിൽ അകലം വന്നതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു. എനിക്കവളെ ഈ ലോകത്തിലുള്ള എന്തിനേക്കാളും ഇഷ്ടമാണ്. പക്ഷെ അത് പറയാൻ പോലും എനിക്കാവുന്നില്ല. ഇല്ല, നഷ്ടപ്പെടുത്താൻ എനിക്കാവില്ല. സോഫിയയെ വീട്ടിലാക്കാൻ കാർ ഓടിക്കുന്നതിനിടെ എന്റെ ചിന്തകൾ എന്നെ തന്നെ കരയിപ്പിച്ചു. ടിഷ്യൂ എടുത്ത് കണ്ണ് തുടച്ച് ഞാൻ സോഫിയയെ നോക്കി. പുറത്തേക്ക് നോക്കി കാഴ്ചകളിൽ മുഴുകിയിരിക്കുകയാണ് അവൾ. യാത്രക്കിടെ ഒരിക്കൽ പോലും എന്റെ നേരെ അവൾ തിരിഞ്ഞില്ല. ഞാൻ ഡ്രോപ്പ് ചെയ്ത് അവൾ ഇറങ്ങുമ്പോൾ ബൈ എന്നൊരു വാക്ക് മാത്രം. പതിവായി എനിക്ക് നൽകുന്ന ചുംബനമില്ല, ആലിംഗനമില്ല. ഞങ്ങൾ അകന്നു പോയിരിക്കുന്നു, അടുക്കാനാവാത്ത വിധം. കണ്ണിൽ നിന്ന് പൊടിഞ്ഞ കണ്ണീർ തുടയ്ക്കാതെ ഞാൻ കാർ തിരിച്ചു. സൺഡേ പോകാൻ പ്ലാൻ ചെയ്താണ് ഞാൻ നാട്ടിലേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തത്. വല്ലപ്പോഴും അയക്കുന്ന മെസ്സേജുകളും കോളുകളുമായി ഞങ്ങളുടെ പ്രണയം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. ശനിയാഴ്ച രാവിലെ ഞാൻ സോഫിയയെ വിളിച്ചു. ഹലോ ഹലോ, നാളെ ഉച്ചയ്ക്കാണ് ഫ്ലൈറ്റ്, നീ വരില്ലേ? ഞാൻ ഇച്ചായനെ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുകയായിരുന്നു. എനിക്ക് വരാൻ പറ്റില്ല, പപ്പയ്ക്ക് വയ്യെന്ന് ഫോൺ വന്നിരുന്നു. നാളെ മോർണിംഗ് ഫ്ലൈറ്റിന് ഞാൻ അങ്ങോട്ട് പോകും. ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. പപ്പയ്ക്ക് എന്താ പെട്ടെന്ന്? എനിക്ക് വിഷമമായി. സോഫിയയ്ക്ക് അവളുടെ പപ്പ എന്നാൽ ജീവനാണ്. എന്തെങ്കിലും വിഷമം വന്നാൽ ആദ്യം വിളിക്കുന്നത് പപ്പയെയാണ്. അവൾ അമ്മയേക്കാൾ ക്ലോസ് ആയിട്ടുള്ളതും പപ്പയോടാണ്. ഞങ്ങളുടെ കാര്യം ആദ്യം പപ്പയോടായിരിക്കും പറയുക എന്ന് അവൾ ഇടയ്ക്കിടെ പറയാറുമുണ്ട്. പപ്പയ്ക്ക് എന്തെങ്കിലും പറ്റിയെന്നറിഞ്ഞാൽ അവൾക്ക് എത്രത്തോളം വിഷമമുണ്ടാകുമെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഞാൻ അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് അവൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവും. എനിക്ക് എന്നോട് തന്നെ വെറുപ്പായി. എന്തിനാ ഞാൻ ഇങ്ങനെയെല്ലാം തീരുമാനമെടുത്തത്? ഒന്നും വേണ്ടായിരുന്നു. ചെസ്റ്റ് പെയിൻ ECGയിൽ വേരിയേഷൻ ഉണ്ട്. ഞാൻ ആശ്വസിപ്പിക്കാനായി എന്തൊക്കെയോ പറഞ്ഞു. അവൾ എല്ലാം മൂളിക്കേട്ടതേയുള്ളൂ. നീ എവിടെ എത്തുമ്പോൾ പപ്പ നല്ല ഉഷാറായിട്ടിരിക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു. അന്ന് രാത്രി കിടന്നിട്ട് എനിക്ക് ഉറക്കം വന്നില്ല. ഒരുപാട് സമയം തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് എപ്പോഴോ ഉറങ്ങിപ്പോയി. രാവിലെ ഉണർന്ന് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ വാട്സാപ്പിൽ സോഫിയയുടെ മെസ്സേജ് ഉണ്ട്. പുലർച്ചെ 4 മണിക്ക് അയച്ചതാണ്. എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വരുമെന്ന് വിചാരിച്ചു. എന്റെ മിസ്റ്റേക്ക്. ഫ്ലൈറ്റ് 8 മണിക്കാണ്. സേഫ് ജേർണി ടു യു. സമയം നോക്കിയപ്പോൾ 8:30 അവൾ പോയി കഴിഞ്ഞു. എനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി. എങ്ങനെയാണ് എനിക്കിത്ര സ്വാർത്ഥനാവാൻ സാധിക്കുന്നത്? അവളോട് ഒരു വാക്കുപോലും ഞാൻ ചോദിച്ചില്ല എങ്ങനെയാണ് എയർപോർട്ടിലേക്ക് പോകുന്നതെന്ന്. ആ ചോദ്യം എന്റെ മനസ്സിൽ ഒരിക്കൽ പോലും വന്നില്ല. ഞങ്ങൾ അകന്നു പോയിരിക്കുന്നു. ഈ കഥയുടെ ബാക്കി ഭാഗങ്ങൾ കേൾക്കാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.